മഹാമനസ്കരെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹ സമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കുണത്തപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. അസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. നമ്മൾ ഇനി കാണും, ഈ കടം വീട്ടും. അടിച്ചു കയറി വാ. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും കാസ്പർ ട്രാവൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ അങ്ങനെ ഇന്നലെ എരുമേലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എരുമേലിയിൽ നിന്ന് നേരെ പമ്പയിലേക്കുള്ള വണ്ടി കയറി. ആ വണ്ടി യാത്രയാണ് ഇപ്പോൾ ഇനി കുറച്ച് നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഷോട്ട് എടുത്തിട്ട് നമ്മൾ എരുമേലി എത്ര നേരമുള്ള ഷോട്ടുകൾ പോലെ കുറേ ലെങ്ത്ത് ഷോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് പമ്പയിലേക്ക് എത്തുകയാണ്. പമ്പയിൽ എത്തി നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് തിരക്കും കാര്യങ്ങളൊക്കെ കുറവാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല തിരക്കാറുണ്ട്. നല്ല തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഇങ്ങനെ തിരക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടാകുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഔട്ട് ഓഫ് സീസണിൽ ഞാൻ അവിടേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം രാജുപാപ്പനുണ്ട്, അതേപോലെ നമ്മൾ സെയ്തോട്ടുണ്ട്. രാജുപാപ്പൻ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലായിട്ട് നാട്ടിലെ എല്ലാവരും മുപ്പരാളെ അങ്ങനെയായിട്ട് വിളിക്കുക. ഏകദേശം എൻ്റെ പ്രായക്കാർ മൊത്തം അങ്ങനെ വിളിക്കുക. അപ്പോൾ നോക്കുമ്പോൾ തന്നെ പമ്പയിൽ നന്നായിട്ട് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ തമിഴന്മാർ, നമ്മൾ അണ്ണന്മാർ ഇവിടെ വന്നിട്ട് വല്ലാതെ അലമ്പും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് ഇറങ്ങാൻ തന്നെ ഒന്ന് മടിക്കും. അത്രയും വേസ്റ്റും കാര്യങ്ങളും അവർ നിറച്ചിട്ടുണ്ടാവും. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊപ്പം ഉള്ളവരും അങ്ങനെ ചെയ്യണവരുണ്ട്. അപ്പോൾ നമ്മളെ പമ്പയിലെത്തി. അവസാനം അവിടെ നിന്നുള്ള മാലിയും വടിയും അങ്ങനെയുള്ള കുറേ സാമഗ്രികൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. സൈഡിലായിട്ട് തന്നെ നമ്മളെ മധുര സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ കുറേ വിൽക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പമ്പയിലിറങ്ങി കുളിച്ച് ഇനി മല കയറും. അപ്പോൾ തന്നെ നമ്മൾ ആ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കുറേ മീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഷോട്ടുണ്ട്. കുറേ മീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ഈ പമ്പയിൽ ഇത്രയും മീനുകൾ കാര്യങ്ങൾ ഒരുപാടുണ്ട് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ കുറേ മീനുകൾ കാണും. അപ്പോൾ ചിന്തിച്ചു പോയി ഇവിടെ ആരും ഇതിന് പിടിക്കാനൊന്നും ഇല്ലേന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ പമ്പ നദിയിലുള്ളൊരു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ മല കയറുകയാണ്. ആദ്യം കയറുക നമ്മൾ നേരെ ഗണപതിയങ്കാവിലേക്കാണ് കയറുക. ഗണപതിയങ്കാവിൽ കയറിയിട്ട് പിന്നീട് വേണം ഓരോ മലകളായിട്ട് നമുക്ക് കയറാൻ. ഫസ്റ്റ് നീലിമല കയറണം. നീലിമല കയറി കഴിഞ്ഞിട്ട് വേണം അപ്പാച്ചിമേട് കയറാൻ. അപ്പാച്ചിമേടാണ് തോന്നുന്നു നീലിമലയിനൊക്കെ കുറച്ചും കൂടി കയറ്റും കാര്യങ്ങളുള്ളത് അപ്പാച്ചിമേടാണ് തോന്നുന്നത്. പിന്നെ കരിമല എന്ന് പറഞ്ഞിട്ട് വേറെ മല ഉണ്ട്, അത് വേറെ സൈഡാണ്, നമ്മൾ ഈ പോണ സൈഡിൽ കൂടെ അല്ല അത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഗണപതിയങ്കോവിൽ പറഞ്ഞില്ലേ, അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. അവിടെ ഹനുമാൻ സ്വാമിയുണ്ട്, ശ്രീരാമസ്വാമിയുണ്ട്, കർത്തസ്വാമിയുണ്ട്. അങ്ങനെ കുറേ സ്വാമികൾ ഇരിക്കുന്നൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈഡ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സീസണിൽ, ഈ സീസണല്ല ഈ ഔട്ട് ഓഫ് സീസണിൽ നമ്മൾ മിഥുനമാസത്തിൽ ഫസ്റ്റത്തെ 5 ദിവസത്തിൽ 3-ാമത്തെ ദിവസമാണ് നമ്മൾ പോയിട്ടുള്ളത്. 5 ദിവസമുള്ള തേങ്ങകളാണത് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ മല കയറാൻ നിൽക്കുകയാണ്. ഈ കാണുന്ന ഭാഗം ഏത് സീസണിൽ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ ഔട്ട് ഓഫ് സീസൺ ആയാലും സീസണിലായിക്കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഭാഗം. കണ്ടമാനം നാളികേരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ മല കയറി. ഇനി മല കയറുമ്പോഴത്തെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ആദ്യം നമ്മൾ നീലിമല കയറണം. നീലിമല കഴിഞ്ഞിട്ട് അപ്പാച്ചിമേട് കയറണം. നീലിമലയിനൊക്കെ ഒന്നുകൂടിയും ഹൈറ്റും അതേപോലെ കയറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പാച്ചിമേട് കേട്ടോ. അത് കഴിഞ്ഞ് വേണം ശബരി പീഠം കഴിഞ്ഞിട്ട് ശരംകുത്തി. അങ്ങനെയാണ് നമ്മൾ പോവുക. പക്ഷേ ശരംകുത്തിക്ക് ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് അത് കൂടെ ആൾക്കാരെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്കത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിന് പകരം നമ്മൾ മരക്കൂട്ടത്തിൽ കൂടെ അങ്ങനെ കയറി പോവുകയാണ് ചെയ്തത്. ഇനി അതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും എന്തായാലും കണ്ടോളൂ. തങ്കക്കനിയേകുന്ന കതിരോനി ശബരീശ്വരനൊരങ്കി നീ പകലോനി അങ്കോപാംഗം പൊതിയേണേ കളഭങ്ങൾ മൂടും തിരുമേനി.
വൃശ്ചികരാവിൽ വിധുവിൻ്റെ മോഹം ഹിമമണിമാലകളോടെ അമ്പലമെട്ടിൻ നടമുന്നിലെത്തി കിരണകരങ്ങളും നീട്ടി പാലഭിഷേകമോ പതിവായി മണികണ്ഠന് പൗർണമി നാളിൽ ഹരിനന്ദന നിന്റെ വനിന്ന് കാറ്റത്തോ തിരതല്ലും പാലാഴിയായി ഹരിഭഗവാന്റെ പാലാഴിയായി തങ്കക്കനിയേകുന്ന കതിരോനി ശബരീശ്വരനൊരങ്കി നീ പകലോനെ അങ്കോപാംഗം പൊതിയേനേ കളഭങ്ങൾ മൂടും തിരുമേനി സംക്രമനാളിൽ അടിയന്റെ ചുണ്ടിൽ ശരണസുധാരസമോടെ നിൻ തിരുമുന്നിൽ വിരിയുന്നു വീണ്ടും പുതിയൊരു താമര ഞാനേ നെയ്യഭിഷേകമോ തൊഴുതു ഞാൻ നിറയുന്നൊരു പൂമിഴിയോടെ ശിവനന്ദനായ എൻ്റെ മനസ്സിൻ്റെ തീരത്തു ഹിമഗംഗാമാലേയമായി ഹരനമരുന്ന കൈലാസമായി അവസാനം നീലിമലയും അപ്പാച്ചിമേടും ശബരിപീഠവും മരക്കൂട്ടും എല്ലാം കഴിഞ്ഞ് സന്നിധാനത്തെത്തി. സന്നിധാനത്തിൻ്റെ എത്തുമ്പോഴുള്ള നടപ്പന്തലത്തെ തിരക്കാണ് ഈ കാണുന്നത്. നട തുറന്നിട്ടുണ്ടായിരുന്നില്ല നേരത്തെ, അപ്പോൾ അതിൻ്റേതായൊരു തിരക്കും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വഴിയെ കണ്ടോളൂ. ശങ്കര ആദിപരാപരശങ്കര ബോധമഹാമനീകവാസുദി അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭസ്മക്കുളം. ഭസ്മക്കുളം എങ്ങനെ പേര് വന്നത് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഞാനറിയാൻ ശ്രമിച്ചിട്ടുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുതെന്ന്. അപ്പോൾ ശബരിമലയുടെ നമ്മളെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും നമ്മളെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ നന്ദി.